Yo, what's up guys, I'm Sudev and welcome back to my channel Super Clips. സൂപ്പർ ക്ലിപ്സിന്റെ മറ്റൊരു ഓസം മാർവൽ റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് അവഞ്ചേഴ്സ് 4മായി ബന്ധപ്പെട്ട ചില ലീക്കുകളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലെജിറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ലീക്കുകളാണ്. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പോയിലേഴ്സിനെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ. സ്പോയിലേഴ്സ് ഒഴിവാക്കാനാണെങ്കിൽ ഈ വീഡിയോ ദയവ് ചെയ്ത് കാണരുത്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഓരോ മാർവൽ റിലേറ്റഡ് വീഡിയോയും നിങ്ങളുടെ മുമ്പിൽ അപ്പോൾ എത്തുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഈ ലീക്ക് കുറച്ച് ദിവസം മുമ്പ് വന്നതാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് തന്നെ വീഡിയോയ്ക്ക് പ്ലാൻ ഇട്ടതാണ്. പക്ഷെ പഠനത്തിരക്ക് കാരണം ഇടാൻ കഴിഞ്ഞില്ല, അത്രേ ഉള്ളൂ. സോ സോറി. അപ്പോൾ ഈ ലീക്ക് വന്നിട്ടുള്ളത് ലെഗോയിൽ നിന്നാണ്. ലെഗോയെ പറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു വേൾഡ് ഫേമസ് ടോയ് കമ്പനിയാണ് ലെഗോ. ഒരുപാട് ലെഗോ ടോയ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ലെഗോ ബ്രിക്സ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്സിൽ തന്നെ ഒന്നാമത് നിൽക്കുന്ന ടോയ്സിൽ പലതാണ്. സോ ഈ ലെഗോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂവീസിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ടോയ്കൾ ഇറക്കാറുണ്ട്. ടോയ്കൾ എന്ന് വെച്ചാൽ ടോയ് സെറ്റുകൾ, അതായത് കട്ടകൾ നിർത്തി നമുക്ക് ആ മൂവി സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനത്തെ പല പല സെറ്റുകൾ ഒരു മൂവിയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 19 സെറ്റൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. സോ അങ്ങനെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം അതുപോലെ തന്നെ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടാക്കുന്ന ചില ടോയ് സെറ്റുകളുടെ പേര് ഇന്റർനെറ്റിൽ ഈ അടുത്ത് ലീക്കായി. സെറ്റുകളിലൊക്കെ എത്ര കട്ടകളുണ്ട്, എത്ര ലെഗോ ബ്രിക്സ് ഉണ്ട് എന്നതിൻ്റെ, എത്ര പീസസ് ഉണ്ട് എന്നതിൻ്റെ എണ്ണം കൂടി നമുക്ക് വെളിവായിട്ടുണ്ട്. സോ ആ പീസസിൻ്റെ എണ്ണം ഞാൻ അതിൽ പറയുന്നതായിരിക്കില്ല, അവിടെ ഇവിടെയൊക്കെ മെൻഷൻ ചെയ്യാം. അപ്പോൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 5 ഗെയിം സെറ്റുകൾ, ടോയ് സെറ്റുകളുടെ നെയിമാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമുമായി ബന്ധപ്പെട്ട് 3 നെയിമുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ 8 പേരുകളും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഗൈസ്, ഫസ്റ്റ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിനെ തന്നെ നമുക്ക് നോക്കാം. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ അമേരിക്ക അറ്റാക്ക് ഓഫ് ദി ഔട്ട്റൈഡേഴ്സ്. പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം, ഇത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലെ സീനല്ലേ, ഔട്ട്റൈഡേഴ്സുമായി എതിരിടുന്ന ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലെ സീനല്ലേ എന്നൊക്കെ. പക്ഷേ ഇവിടെ ലെഗോ ഇത് പറഞ്ഞിരിക്കുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ടോയ് സെറ്റ് ആണെന്നാണ്. സോ ഗൈസ്, ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഉറപ്പായിട്ടും ഔട്ട്റൈഡേഴ്സ് ഉണ്ട്. അതായത് അവഞ്ചേഴ്സിനെ തോൽപ്പിക്കാൻ ഒരിക്കൽ കൂടി താനോസ് ഔട്ട്റൈഡേഴ്സിനെ ഉപയോഗിക്കുമെന്ന്. ക്യാപ്റ്റൻ അമേരിക്കയും ഔട്ട്റൈഡേഴ്സും തമ്മിലുള്ള ഒരു പോരാട്ടം നമുക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു ടോയ് സെറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഗൈസ്, അടുത്ത ടോയ് സെറ്റ് കുറച്ച് സംശയം ഉളവാക്കുന്നതാണ്. അതിന്റെ പേര് വാർ മെഷീൻ ക്രഷർ എന്നാണ്. വാർ മെഷീൻ ക്രഷർ വേണമെങ്കിൽ നമുക്ക് പറയാം വാർ മെഷീൻ ആരെയോ ക്രഷ് ചെയ്യുന്ന, ആരെയോ ആക്രമിക്കുന്ന സീനാണ് ഈ അങ്ങനത്തെ ഒരു സെറ്റാണ് ഇതെന്ന്. അല്ലെങ്കിൽ നമുക്ക് പറയാം വാർ മെഷീൻ്റെ ഒരു പുതിയ സൂട്ടാണ് ഈ ഒരു വാർ മെഷീൻ ക്രഷർ എന്നുള്ളത്. കാരണം നമ്മൾ മുമ്പ് കണ്ട ഒരു കോൺസെപ്റ്റ് ആർട്ട് ലീക്കിൽ വാർ മെഷീൻ ഒരു പുതിയ തരം സൂട്ടാണ്, കുറച്ചും കൂടി തടിച്ച, കുറച്ചും കൂടി വലിയ തരത്തിലുള്ള ഒരു സൂട്ടാണ് നമ്മൾ കണ്ടത്. മേ ബി ഈ സൂട്ടിന്റെ പേരായിരിക്കാം വാർ മെഷീൻ ക്രഷർ. വാക്കാണ്ടൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൂട്ടാവാം. ചിലപ്പോൾ ഈ സൂട്ടിൽ പ്രോട്ടോൺ ക്യാനൺ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ചില ലീക്കുകൾ പറയുന്നുണ്ട് അയൺമാന്റെ സൂട്ടിൽ പ്രോട്ടോൺ ക്യാനൺ എന്ന് പറയുന്ന ഒരു സംഭവം കാണാൻ സാധിക്കുന്നൊക്കെ, അതുകൊണ്ട് താനോസിനെ വകവരുത്താൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട്. സോ അതുപോലെ അത്യാധുനികമായ കപ്പാസിറ്റി ഉള്ള ഒരു പുതിയ സൂട്ടായിരിക്കാം വാർ മെഷീൻ ക്രഷർ. സോ നമുക്ക് വേണം, അപ്പൊ നമുക്ക് ഏതാണ്ട് ഉറപ്പായി വാർ മെഷീന്റെ ഒരു പുതിയ തരം സൂട്ട് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. ഗൈസ്, അടുത്ത ടോയ് സെറ്റിന്റെ പേരാണ് അയൺമാൻ ആർമർ റൂം. ഗൈസ്, അയൺമാൻ ആർമർ റൂം. അപ്പോൾ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അയൺമാന്റെ ഒരു ആർമർ റൂം, അതായത് ഒട്ടേറെ ആർമേഴ്സ് നമുക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാം, അയൺമാൻ 3യിൽ ടോണി തന്റെ എല്ലാ ആർമേഴ്സും നശിപ്പിച്ച് കളഞ്ഞില്ലേ, ഇപ്പോൾ അവന്റെ കയ്യിൽ കുറച്ച് ആർമേഴ്സ് അല്ലേ ഉള്ളൂ എന്നൊക്കെ. ഗൈസ്, ഈ ഒരു അയൺമാൻ ആർമർ റൂമിന്റെ പീസുകൾ വളരെ അധികമാണ്. ഏതാണ്ട് 500 സംതിങ് പീസസ് ഈ ഒരു ടോയ് സെറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് വലിയ സെറ്റാണ്. സോ നമുക്ക് കുറെ ആർമേഴ്സിന് ഇതിൽ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ കാണിച്ച അയൺമാന്റെ സൂട്ട് മാർക്ക് 50 സൂട്ടാണ്, ബ്ലീഡ് എഡ്ജ് ആർമർ സൂട്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ടോണി യൂസ് ചെയ്യുന്ന സൂട്ട് മാർക്ക് 85 ആണ്. മാർക്ക് 85 അഥവാ താനോസ് ബസ്റ്റർ എന്ന് പറയുന്ന ഒരു സൂട്ടാണ് അത്ര ടോണി എൻഡ് ഗെയിമിൽ ഉപയോഗിക്കുന്നത്. ഈ വാർത്ത സത്യമാണെങ്കിൽ ഈ ഒരു മാർക്ക് 85നും മാർക്ക് 50ക്കും ഇടയിൽ 30-35 ആർമേഴ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്.
ഈ റെസ്ക്യൂ ആർമർ ഒക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 35 ആർമറയും നമ്മൾ ഒരു ഒറ്റ സീനിൽ കാണുന്ന ഒരു സീൻ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഈ ഒരു 35 ആർമേഴ്സിനെയും നമ്മൾ കാണാനുള്ള ചാൻസ് ഉണ്ട് എന്നാവാം ഈ ഒരു ടോയ് സെറ്റ് പറയുന്നത്. അതല്ലെങ്കിൽ അയൺമാൻ്റെ വെപ്പൺസും ഒക്കെ വെച്ചിരിക്കുന്ന എന്തെങ്കിലും റൂം ആയിരിക്കാനും ചാൻസ് ഉണ്ട്. അയൺമാൻ ആർമർ റൂം, ചിലപ്പോൾ നമുക്കിതിൽ പ്രോട്ടോൺ ക്യാനൺ ഒക്കെ കണ്ടേക്കാം. ഓക്കെ അല്ലേ? സോ ഇതൊരു വലിയ ലീക്ക് തന്നെയാണ് അയൺമാൻ്റെ ആർമർ റൂം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താ അതിനെ പറ്റി തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യാം ഗൈസ്. അടുത്ത ലീക്ക്ഡ് നെയിം എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് സൂപ്പർ ക്വിഞ്ചറ്റ് ആണ്. അവഞ്ചേഴ്സ് സൂപ്പർ ക്വിഞ്ചറ്റിനെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാം. അവഞ്ചേഴ്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജെറ്റാണ്. സോ എന്തായിരിക്കും ഈ സൂപ്പർ ക്വിഞ്ചറ്റ്? ഇനി ഉള്ള ക്വിഞ്ചറ്റിനെ മോഡിഫൈ ചെയ്തതാണോ, അതൊരു പുതിയ തരം ക്വിഞ്ചറ്റാണോ? സൂപ്പർ ക്വിഞ്ചറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ക്വിഞ്ചറ്റിനേക്കാളും വലുതാവാം ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ട്രെയിലറിൽ ക്യാപ്റ്റനും നടാഷയും നിൽക്കുന്നതായിട്ട് കണ്ടത് ഈ സൂപ്പർ ക്വിഞ്ചറ്റിലാണോ? അതായത് ഒട്ടേറെ അവഞ്ചേഴ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ക്വിഞ്ചറ്റാണോ ഈ സൂപ്പർ ക്വിഞ്ചറ്റ്? അതായത് ഒട്ടേറെ അവഞ്ചേഴ്സിനെ നമുക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കാണാൻ സാധിക്കുമോ? അതൊക്കെ കുറച്ച് ചോദ്യങ്ങളാണ് ഗൈസ്. സോ ഈ അവഞ്ചേഴ്സ് സൂപ്പർ ക്വിഞ്ചറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവർ സ്പേസിലേക്കൊക്കെ പോകാൻ ഉപയോഗിക്കുന്ന ക്വിഞ്ചറ്റായിരിക്കാം, ഇവർ പുതിയതായിട്ട് ഉണ്ടാക്കിയതായിരിക്കാം. അടുത്തത് കുറച്ച് വലിയ സെറ്റാണ് ഗൈസ്, ഒരു നല്ല സെറ്റ് തന്നെയാണ്. ബാറ്റിൽ ഓഫ് അസംബിൾഡ് അവഞ്ചേഴ്സ്. അതെ ഗൈസ്, ബാറ്റിൽ ഓഫ് അസംബിൾഡ് അവഞ്ചേഴ്സ്, അതായത് അസംബിൾ ആയ അവഞ്ചേഴ്സിന്റെ ബാറ്റിൽ. സോ ഏതോ ഒരു ശത്രുവിനെ നേരിടാൻ വേണ്ടിയിട്ട് എല്ലാ അവഞ്ചേഴ്സും കൂടി അസംബിൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു മൂവിയിൽ നമ്മളോട് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ MCUവിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള എല്ലാ ഹീറോസും ഒരുമിക്കുന്ന ഒരു സീൻ, ഒരുമിച്ച് കാണപ്പെടുന്ന ഒരു സീൻ നമുക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കാണാൻ സാധിക്കും. ഏതാണ്ട് 60ഓളം ഹീറോസ് ഒരുമിച്ച് പോരാടുന്ന ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് റൂസോ ബ്രദേഴ്സ് പറഞ്ഞിരുന്നു. മേ ബി ആ സീനാവാം ഇത്, അതായത് ഫൈനൽ ബാറ്റിൽ ആവാം ഇത്, ബാറ്റിൽ ഓഫ് അസംബിൾഡ് അവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. മേ ബി ഈ ഒരു സീനിൽ നമുക്ക് ക്യാപ്റ്റന്റെ ഒരു ഡയലോഗും കേൾക്കാൻ കഴിയും, എന്ത്, അവഞ്ചേഴ്സ് അസംബിൾ. സോ അതൊക്കെ കുറച്ച് നല്ല വിവരങ്ങളാണ്. അപ്പം ഈ ബാറ്റിൽ ഓഫ് അവഞ്ചേഴ്സ് അസംബിൾ ആയിരിക്കാം ചിലപ്പോൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ലാസ്റ്റ് ബാറ്റിൽ എന്ന് പറയുന്നത്. അത് താനോസിനോടാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വില്ലനോടാവട്ടെ, വളരെ നല്ലൊരു ലീക്ക് ന്യൂസ് തന്നെയാണ്. സ്പോയിലേഴ്സും അത്യാവശ്യം ഉണ്ടാക്കുന്നുണ്ട്. ഗൈസ്, ഇത്രയുമാണ് നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമുമായി ബന്ധപ്പെട്ട ടോയ് ലീക്ക് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ക്യാപ്റ്റൻ അമേരിക്ക അറ്റാക്ക് ഓഫ് ദി ഔട്ട്റൈഡേഴ്സ്, വാർ മെഷീൻ ക്രഷർ, അയൺമാൻ ആർമർ റൂം, അവഞ്ചേഴ്സ് സൂപ്പർ ക്വിഞ്ചറ്റ് ആൻഡ് ബാറ്റിൽ ഓഫ് അസംബിൾഡ് അവഞ്ചേഴ്സ്. സോ ഈ ഒരു 5 പേരുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിൽ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ഇനി എത്ര ടോയ് സെറ്റുകൾ വരാനുണ്ടെന്ന് അറിയില്ല. സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയി ഈ പേരുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ പീസസിന്റെ എണ്ണം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈസ്, അടുത്തത് ഞാൻ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിന്റെ സെറ്റുകൾ പറയാം. 3 സെറ്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഒരു സെറ്റ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിനെ സംബന്ധിച്ച് ഒരു വലിയ സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഗൈസ്, സ്പോയിലേഴ്സ് അഹെഡ്. സോ ഗൈസ്, ഇതിൽ ഉള്ള 3 സെറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മോൾട്ടൺ മാൻസ് ബാറ്റിൽ. സോ ഗൈസ്, ഇതിനോടൊക്കെ നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമില് എലമെന്റൽസ് ആണ് വില്ലൻസ് എന്ന് ഇതിനോടകം നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം അറിഞ്ഞുകൊള്ളുക. എലമെന്റൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമില് വില്ലൻസ് ആയിട്ട് വരുന്നത്. സ്പൈഡർമാനും ഇതുവരെ വില്ലൻ എന്ന് നമ്മൾ കരുതിയിരുന്ന മിസ്റ്റീരിയോയും ഇവരെ നേരിടാൻ വേണ്ടിയിട്ട് ഒരുമിക്കുകയാണ് ഷീൽഡിന്റെ സഹായത്തോടു കൂടി. ഇതിൽ എത്രമാത്രം സത്യമുണ്ടാകുന്ന അറിയില്ല. ഇനി മിസ്റ്റീരിയോ മുഴുവൻ റൺ ടൈമിലും ഹീറോ ആണോ അതോ ഇടയ്ക്ക് വില്ലൻ ആവുന്നുണ്ടോ എന്നും നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു എലമെന്റൽസ് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ ഉണ്ട്. എലമെന്റൽസ് വില്ലന്മാരാണ്. സോ ഈ എലമെന്റൽസിൽ പെട്ട 2 പേരാണ് മോൾട്ടൺ മാനും ഹൈഡ്രോമാനും. ഹൈഡ്രോമാനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മോൾട്ടൺ മാനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ മോൾട്ടൺ മാൻസ് ബാറ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെറ്റ് നമുക്ക് കാണാൻ കഴിയും. മേ ബി സ്പൈഡർമാനായിട്ട് ബാറ്റിൽ ചെയ്യുന്നതാവും. അത് നമുക്ക് വല്ലാതെ സ്പോയിലേഴ്സ് ഒന്നും തരുന്നില്ല, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത ടോയ് സെറ്റാണ് ഹൈഡ്രോമാൻസ് അറ്റാക്ക്. അതും മോൾട്ടൺ മാൻസ് ബാറ്റിൽ പോലെ തന്നെ സ്പൈഡർമാനോ മിസ്റ്റീരിയോ ആയിട്ട് അടികൂടാവും. അതിൻ്റെ ഒരു ചെറിയ സെറ്റ് ആവാം. ബട്ട് ഗൈസ്, അടുത്ത ടോയ് സെറ്റ് എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിനെ സംബന്ധിച്ച് ഒരു വലിയ സ്പോയിലർ തരുന്ന ടോയ് സെറ്റാണ്. അതിൻ്റെ പേരാണ് സ്റ്റാർക്സ് പ്ലെയിൻ ആൻഡ് ഡ്രോൺ അറ്റാക്ക്. ഗൈസ്, സ്റ്റാർക്സ് പ്ലെയിൻ ആൻഡ് ഡ്രോൺ അറ്റാക്ക്, അതായത് ടോണി സ്റ്റാർക്കിന്റെ ഒരു പ്ലെയിന്, അതുപോലെ തന്നെ ടോണി സ്റ്റാർക്കുമായി ബന്ധപ്പെട്ട ഒരു ഡ്രോൺ അറ്റാക്ക് നമുക്ക് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ കാണാൻ സാധിക്കുമെന്ന്. ഗൈസ്, ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മേ ബി അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ടോണി ജീവിച്ചേക്കാം.
ഓക്കെ അല്ലേ? അപ്പം ടോണിയുടെ സഹായം നമുക്ക് വേണമെങ്കിൽ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ പ്രതീക്ഷിക്കാം. അതുമല്ലെങ്കിൽ ഇനി ടോണി നമ്മുടെ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി യൂസ് ചെയ്ത അയൺ ലീജിയൻ പോലെ എന്തെങ്കിലും ആയിരിക്കാം ഈ ഒരു ഡ്രോൺ അറ്റാക്ക് അല്ലെങ്കിൽ സ്റ്റാർക്ക് പ്ലെയിൻ എന്ന് പറയുന്നത്. സോ നമുക്ക് സ്റ്റാർക്കിന്റെ ഒരു പ്ലെയിൻ ഇതിൽ കാണാൻ കഴിയും. മേ ബി ആ ഒരു ഇൻവിസിബിൾ ജെറ്റ് ആയിരിക്കാം, നമ്മൾ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ കണ്ട ആ ഒരു ഇൻവിസിബിൾ ജെറ്റ് ആയിരിക്കാം ഈ ഒരു സ്റ്റാർക്ക് പ്ലെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡ്രോൺ അറ്റാക്ക് എന്താവും എന്ന് നമുക്ക് വലിയ നിശ്ചയമില്ല. അത് അയൺ ലീജിയൻ ആണോ അതോ ഇനി മറ്റേ ആ സ്പൈഡറിനെ പോലത്തെ ചെറിയ ചെറിയ ഡ്രോൺസ് ആണോ അതും നമുക്കറിയില്ല. ബട്ട് ടോണി സ്റ്റാർക്കിന്റെ എന്തോ ഒരു സാന്നിധ്യം, അത് നേരിട്ടാണോ അല്ലാതെയാണോ എന്നറിയില്ല, മൂവിയിൽ ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഗൈസ്, ഇത്രയുമാണ് നമുക്ക് കിട്ടിയ ലീക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നിന്ന് 5 ലീക്ക് കിട്ടി, സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ നിന്ന് 3 ലീക്കുകൾ കിട്ടി. സോ നമ്മളെ സംബന്ധിച്ച് വലിയ ലീക്കുകൾ തന്നെയായിരുന്നു ഇത്. അപ്പം നമുക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി, ചിലതൊക്കെ സ്പോയിലേഴ്സ് ആണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സൂപ്പർ ക്ലിക്സ്.